ഹലോ എവ്രി വൺ. 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് നോ അവർ ലാൻഡ്. നോ അവർ ലാൻഡ് എന്നത് അർത്ഥം പറയുമ്പോൾ നാടറിയാം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ അറിയാം എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും, വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃബന്ധനം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കവിത ഇവിടെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത്. നമ്മുടെ കേരളത്തെ പറ്റി, നമ്മുടെ നാടിനെ പറ്റിയുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഡിഫറെൻറ്റ് ടോപ്പോഗ്രഫി, സോയിൽ ടൈപ്പ്, റെയിൻഫോളിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കേരളവുമായി ബന്ധപ്പെട്ട, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃബന്ധനം എന്ന കവിതയിലെ ഏതാനും വരികളാണ്. അപ്പോൾ ഈ ഒരു കവിത നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് ചാപ്റ്ററിലേക്ക് വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പച്ചയാം വിരിപ്പിട്ട് സഖ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്ത് കൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. പച്ചയാം വിരിപ്പിട്ട് സഖ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്ത് കൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. അപ്പോൾ എല്ലാവരും കവിത കേട്ടല്ലോ അല്ലേ? അപ്പോൾ യേശുദാസിൻ്റെ വളരെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ ആ കവിത കേട്ടു. അപ്പോൾ എന്താ ഇതിൽ പറയുന്നത് നമുക്ക് താഴെ വായിക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. റീഡ് an extract from വള്ളത്തോൾ നാരായണ മേനോൻസ് poem which describes the scenic beauty of Kerala. ഈ ഒരു കവിതയിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി, ഈ ഒരു സീനിക് ബ്യൂട്ടി ഓഫ് കേരള, കേരളത്തിൻ്റെ ആ ഒരു മനോഹാരിതയെ വർണ്ണിക്കുന്ന കവിതയാണ് ഇവിടെ വള്ളത്തോൾ രചിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത? ടു ദി ഈസ്റ്റ് ആർ ദി ടവറിംഗ് മൗണ്ടൻസ്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണെങ്കിൽ ഉയർന്നു നിൽക്കുന്ന വലിയ മലനിരകളാണ്. മെനി റിവേഴ്സ് ഫ്ലോയിങ് ഫ്രം ദം. ആ മലനിരകളിൽ നിന്ന് ധാരാളം നദികൾ, പുഴകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉത്ഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒഴുകി നീങ്ങുന്നുണ്ട്. ബോട്ട്സ് ഫ്ലോട്ടിങ് അലോങ് ബാക്ക് വാട്ടേഴ്സ്. കായലുകളിലൂടെ അല്ലെങ്കിൽ കായലുകളുടെ ഒളപ്പരപ്പിലൂടെ നീങ്ങുന്ന വഞ്ചികൾ, തോണികളുണ്ട്. ആൻഡ് ടു ദി വെസ്റ്റ് എ ലോങ് സ്ട്രെച്ച് ഓഫ് കോസ്റ്റ് ലൈൻസ്. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ, വെസ്റ്റ് ഭാഗത്താണെങ്കിൽ ഒരുപാട് നീണ്ടു പരന്ന് കിടക്കുന്ന കടൽ തീരമുണ്ട്. അതോടൊപ്പം ഫീൽഡ്സ്, പാടങ്ങളുണ്ട്, പ്ലെയിൻസ്, സമതലങ്ങളുണ്ട്. ഗ്രീൻ എവ്രിവോർ. എവിടെ നോക്കിയാലും എന്താണ്? എങ്ങും പച്ചപ്പാണ്. പ്ലസൻറ്റ് ക്ലൈമറ്റ്, വളരെ സുഖകരമായിട്ടുള്ള പ്ലസൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് അവർ കേരള. എത്ര മനോഹരമാണ് നമ്മുടെ കേരളം, എത്ര സുന്ദരമാണ് നമ്മുടെ കേരളം. Are there any such features like hills, beaches, water bodies, etc. in your area? നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളുണ്ടോ? അതായത് കുന്നുകളോ, കടൽ തീരങ്ങളോ, ജലാശയങ്ങളോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണോ നിങ്ങളുടേത് എന്നാണ് ചോദിക്കുന്നത്. ദി ഫിസിയോഗ്രഫി ഓഫ് കേരള കൺസിസ്റ്റ് ഓഫ് ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി, കേരളത്തിൻ്റെ ഭൂസവിശേഷതകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ചില ഭാഗത്ത് കോസ്റ്റ് ലൈൻസ് ആണ്, ചില ഭാഗത്ത് ഫീൽഡുകളുണ്ട്, പ്ലെയിൻസ് ഉണ്ട്, ഹിൽസ് ഉണ്ട് അല്ലേ? ഇങ്ങനെ പല രൂപത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റിയുള്ള ഫിസിയോഗ്രഫിയാണ് കേരളത്തിനുള്ളത്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഓക്കെ, ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഒബ്സർവ് ദി ഔട്ട്ലൈൻ ഓഫ് എ ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള. കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഔട്ട്ലൈൻ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആ ഗ്രാമപഞ്ചായത്ത്? വാണിയംകുളം ഗ്രാമപഞ്ചായത്താണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഈ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഔട്ട്ലൈൻ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാപ്പിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. താഴെ നിങ്ങൾക്ക് മാപ്പിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ഇൻഡെക്സ്. ഡിസ്ട്രിക്ട് ബൗണ്ടറി, പഞ്ചായത്ത് ബൗണ്ടറി, റെയിൽവേ ലൈന്, റിവർ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ സെൻട്രൽ വാണിയംകുളം പഞ്ചായത്ത്, അതിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് അതിൻ്റെ നെയ്ബറിംഗ് പഞ്ചായത്തുകൾ, പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി, ആനങ്ങാടി ഗ്രാമപഞ്ചായത്ത്, അതേപോലെ തന്നെ ചെളവറ ഗ്രാമപഞ്ചായത്ത്, ഷൊർണൂർ മുനിസിപ്പാലിറ്റി, താഴെയാണെങ്കിൽ സൗത്തിലാണെങ്കിൽ ഭാരതപ്പുഴക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ വായിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം.
വാണിയംകുളം ഹാസ് എ ഫിസിയോഗ്രഫി കൺസിസ്റ്റിംഗ് ഓഫ് ഹിൽസ് ആൻഡ് പ്ലെയിൻസ് അല്ലേ. അതായത് വാണിയംകുളം എന്ന് പറയുന്ന പ്രദേശം ഒരുപാട് ഹിൽസും പ്ലെയിൻസും, അതായത് നിരപ്പാർന്ന ലെവൽഡ് ആയിട്ടുള്ള ഭൂപ്രകൃതിയുണ്ട്, അതോടൊപ്പം തന്നെ കുന്നുകളും ഉണ്ട്. അപ്പോൾ കുന്നുകൾ നിറഞ്ഞ പ്രദേശവും അവിടെയുണ്ട്, നിരപ്പായ പ്രദേശങ്ങളും ഈ പറയുന്ന വാണിയംകുളത്തുണ്ട്. ആൻഡ് വിച്ച് ഈസ് ദ മേജർ റിവർ സീൻ ഇൻ ദി ഔട്ട്ലൈൻ. ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു ഔട്ട്ലൈൻ മാപ്പിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട റിവർ ഏതാണ്? യാതൊരു സംശയം കൂടാണ്ട് പറയാം, പ്രധാനപ്പെട്ട റിവർ ഏതാ നിങ്ങൾക്കറിയാം. ഈ കാണുന്ന ഭാരതപ്പുഴ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഭാരതപ്പുഴ എന്ന് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഭാരതപ്പുഴയാണ് പ്രധാനപ്പെട്ട റിവർ. അതേപോലെ മറ്റൊരു ചോദ്യം, ഭാരതപ്പുഴ ഫ്ലോസ് അലോങ് ദി സദേൺ ബോർഡർ ഓഫ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അല്ലേ. ഈ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ സദേൺ ബോർഡറിലൂടെയാണ്, അഥവാ അതിൻ്റെ തെക്ക് ഭാഗത്ത്, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഈ ഭാരതപ്പുഴ ഒഴുകുന്നത്. നിങ്ങൾക്ക് ഡയറക്ഷൻസ് അറിയാം, നേരത്തെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ കാര്യമാണ്. ഡയറക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോർത്ത് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഏതൊരു മാപ്പ് നോക്കുകയാണെങ്കിലും അതിൽ ഒന്നുകിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എല്ലാ ഡയറക്ഷൻസും മാർക്ക് ചെയ്യും. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നോർത്ത് എങ്കിലും നമ്മൾ മാർക്ക് ചെയ്തിരിക്കും. ഒരു മാപ്പ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനും കൂടി ചേരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ടൈറ്റിലും ഈ ഡയറക്ഷനും സ്കെയിലും അതേപോലെ തന്നെ ഇൻഡെക്സും എല്ലാം ചേരുമ്പോഴാണ് ഒരു മാപ്പ് കംപ്ലീറ്റ് ആവുക, മാപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ മുകൾ ഭാഗത്ത് അല്ലേ, ഈ മുകൾ ഭാഗത്ത് നമ്മൾ നോർത്ത് എന്ന് പറയും, അതേപോലെ ഈ താഴ്ഭാഗമാണെങ്കിൽ സൗത്ത് എന്ന് പറയും, ഈ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതെ, ഈസ്റ്റ് എന്ന് പറയും. അതേപോലെ ഇവിടെയാണെങ്കിൽ, ഈ ഭാഗത്താണെങ്കിൽ നമ്മുടെ വെസ്റ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വാണിയംകുളം എന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെ സൗത്ത് ഡയറക്ഷനിലാണ് ഇതുള്ളത് ഭാരതപ്പുഴ. ആ സൗത്ത് ബോർഡറിനോട് ചേർന്നുകൊണ്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് അയക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഫൈൻഡ് ഔട്ട് ദി മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് റൺസ് പാരലൽ ടു ദി ഭാരതപ്പുഴ. ഭാരതപ്പുഴക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഗതാഗത മാർഗം ഏതാണ്? മെയിൻ മോഡ് ഓഫ് അല്ലെങ്കിൽ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഭാരതപ്പുഴയുടെ തൊട്ട് മുകളിലൂടെ പാസ് ചെയ്തു പോകുന്ന ഈ ഒരു ഇൻഡെക്സ്, ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണാം. ഈ ഒരു ഇൻഡെക്സിൽ രേഖപ്പെടുത്തി നോക്കുക, റെയിൽവേ ലൈൻ ഏത് രൂപത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നോക്കുക, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പിന്നെ ഇൻഡെക്സ് പ്രകാരം സൂചിപ്പിക്കുന്നത് പോലെയുള്ള അടയാളം നമുക്ക് ഭാരതപ്പുഴയുടെ നോർത്ത് ഭാഗത്തായിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന സ്ഥലത്തുകൂടി ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ്? അതെന്തിനെ സൂചിപ്പിക്കുന്നു? ആ ലൈൻ അത് റെയിൽവേ ലൈനാണ് അല്ലേ, റെയിൽപാളമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. നമ്മുടെ ചോദ്യം എന്താണ്? ഫൈൻഡ് ഔട്ട് ദി മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് റൺസ് പാരലൽ ടു ഭാരതപ്പുഴ. ഭാരതപ്പുഴക്ക് പാരലൽ ആയിക്കൊണ്ട് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗതാഗത മാർഗം ഏതാണ്? ആൻസർ എന്താണ്? റെയിൽവേ ആണ്. ഓക്കെ, ആൻസർ റെയിൽവേ എന്നാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, മോസ്റ്റ് ഓഫ് ദി ഏരിയാസ് ഓഫ് പഞ്ചായത്ത് ആർ കാച്ച്മെൻറ്റ് ഏരിയാസ് ഓഫ് ഭാരതപ്പുഴ. അതായത് ഈ പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ കാച്ച്മെൻറ്റ് ഏരിയയാണ്, അതിൻ്റെ തണ്ണീർത്തടങ്ങളാണെന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളാണെന്നൊക്കെ പറയാം. ദ റിവർ ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ഫിഷിംഗ്. ഈ ഒരു നദി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പ്രധാനമായിട്ടും അവിടെ എന്തൊക്കെ നടക്കും? വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കും, അഥവാ ജലഗതാഗതം നടക്കും. അതേപോലെ എന്തും നടക്കും? ഫിഷിംഗ് അല്ലെ, മത്സ്യബന്ധനവും നടക്കും. ദി ഫെർട്ടൈൽ സോയിൽ അലോങ് ദി ബാങ്ക്സ് ഓഫ് റിവർ കോൺട്രിബ്യൂട്ട്സ് ടു അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി. അതോടൊപ്പം തന്നെ അവിടെ എന്തുണ്ടാവും? ഓക്കെ, ശ്രദ്ധിക്കുക. ദി ഫെർട്ടൈൽ സോയിൽ അലോങ് ദി ബാങ്ക്സ് ഓഫ് ദി റിവർ ഭാരതപ്പുഴ കോൺട്രിബ്യൂട്ട്സ് ടു അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി. അതായത് ഈ പറയുന്ന പുഴയുടെ തീരത്തുള്ള നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് അത് പിന്നെ കാർഷിക പുരോഗതിക്ക്, അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റിക്ക്, കാർഷിക അഭിവൃദ്ധിക്ക് കാരണമാകുന്നുണ്ട്. അതായത് കൃഷിക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണാണ് അവിടെയുള്ളത്, ആ റിവർ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കൃഷിക്ക് യോജിച്ചൊരു മണ്ണാണ്. അതേപോലെ തന്നെ അവിടെ ഫിഷിംഗ് നടക്കും, അതേപോലെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അവിടെ നടക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ബേസിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഹൗ ഡസ് ഭാരതപ്പുഴ ഇൻഫ്ലുവൻസ് ദി അഗ്രികൾച്ചർ, ഫുഡ് ഹാബിറ്റ്സ്, ട്രാൻസ്പോർട്ട് എക്സെട്ര ഓഫ് ദി പീപ്പിൾ ഇൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഡിസ്കസ്. അതായത് ഈ ഭാരതപ്പുഴ എന്ന് പറയുന്ന ഒരു റിവർ അവിടെ ഉള്ളതുകൊണ്ട് അത് ഈ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി, അതേപോലെ ജനങ്ങളുടെ ഭക്ഷണ രീതി, ഇവരുടെ ഗതാഗതം, അഗ്രികൾച്ചർ, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഇതിനെയെല്ലാം എങ്ങനെയാണ് ഈ ഒരു റിവർ ഭാരതപ്പുഴ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് ഡിസ്കസ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ടൊരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സാമ്പിൾ? ദി ഫെർട്ടൈൽ സോയിൽ ഓൺ ദി ബാങ്ക്സ് ഓഫ് ഭാരതപ്പുഴ ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അതായത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള മണ്ണ് വളരെ ഫെർട്ടിലിറ്റിയുള്ള അലൂവിയൽ സോയിലൊക്കെ ആയിരിക്കും, അതുകൊണ്ട് തന്നെ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക് വളരെ അനുയോജ്യമാണ് നമുക്ക്
അറിയാവുന്ന കാര്യമാണ്. കൃഷിക്ക് വളരെ യോജിച്ച മണ്ണായിരിക്കും നദീതീരങ്ങളിലെ മണ്ണ്. അപ്പോൾ ഇതേപോലെ ആ ഭാരതപ്പുഴ അവിടെ ഉള്ളതുകൊണ്ട് വേറെ എന്തൊക്കെ രൂപത്തിലാണ് ആ പ്രദേശത്തിനെ ഈ ഒരു ഭാരതപ്പുഴ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ 1-2 പോയിന്റും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾ സ്വയം കണ്ടെത്തി ചെയ്യേണ്ടതാണ്. എന്നാലും 1-2 പോയിന്റ്സ് ഞാൻ പറയാം. കുട്ടികൾക്ക് എന്ത് ചെയ്യാം, കൂട്ടുകാർക്ക് അത് ഇവിടെ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ എഴുതി വെക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന്, ആസ് ദ റിവർ ബാങ്ക് ഈസ് ഫ്ലാറ്റ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ റെയിൽ ട്രാൻസ്പോർട്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഈ റിവർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്തായിരിക്കും, അത് വളരെ ഫ്ലാറ്റ് ആയിരിക്കും, പ്ലെയിൻ ആയിരിക്കും, അതായത് നിരപ്പായ പ്രദേശമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ റെയിൽവേ ലൈൻ നിർമ്മാണത്തിനൊക്കെ വലിയ തടസ്സമില്ലാണ്ട് പ്രയാസമില്ലാണ്ട് നടത്താൻ പറ്റും. അതിൻ്റെ കോസ്റ്റ് കുറയും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ ഭാരതപ്പുഴയുടെ തൊട്ട് നോർത്ത് ഭാഗത്തായിട്ട് ഈ റെയിൽവേ ലൈൻ അതിന് സമാന്തരമായി പോകുന്നത്. അപ്പോൾ ഞാൻ പോയിന്റ് ഒന്നുകൂടി പറയുകയാണ്. ആസ് ദ റിവർ ബാങ്ക് ഈസ് ഫ്ലാറ്റ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ റെയിൽ ട്രാൻസ്പോർട്ട്. ഓക്കെ, അതേപോലെ മറ്റൊരു പോയിന്റും കൂടെ പറയുകയാണെങ്കിൽ, ആസ് ദി സോയിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ ഇറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് അക്കോർഡിംഗ് ടു ദെയർ ഫുഡ് നീഡ്സ്. അതായത് അവരുടെ ഭക്ഷണാവശ്യം എന്താണോ അതിനനുസരിച്ച് അവിടെ കൃഷി ചെയ്യാൻ പറ്റും. കൃഷിക്ക് ചേർന്ന മണ്ണായതുകൊണ്ട് അവരുടെ ഭക്ഷണ ആവശ്യം എന്താണോ അവർക്ക് വേണ്ടത് അത് അവിടെ കൃഷി ചെയ്യാൻ പറ്റും. ആസ് ദി സോയിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ ഇറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് അക്കോർഡിംഗ് ടു ദെയർ ഫുഡ് നീഡ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ, വി ഹാവ് ഫെമിലിയറൈസ്ഡ് അവർ സെൽസ് വിത്ത് സർട്ടൻ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. അതായത് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഹാവൻറ്റ് യു ഒബ്സർവ്ഡ് ദാറ്റ് സച്ച് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ലൈഫ് ഓഫ് പീപ്പിൾ ഓഫ് ദാറ്റ് പ്ലേസ് ഇൻ മെനി വേസ്. അതായത് ആ ഒരു വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ പല രൂപത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് വാണിയംകുളം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തെ പല രൂപത്തിൽ, അവരുടെ ഭക്ഷണത്തെ, അവരുടെ ജോലിയെ, അവരുടെ യാത്രയൊക്കെ പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, വേരിയസ് ക്രോപ്സ് ആൻഡ് ഓക്യുപ്പേഷൻസ് ഓഫ് ദി ഏരിയ വേർ യു ലിവ് ഇൻ. നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അവിടുത്തെ പലതരത്തിലുള്ള കൃഷികൾ, അതേപോലെ തൊഴിലുകൾ, ജോലികൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അത് കൂട്ടുകാർ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിവിടെ ആ ആക്ടിവിറ്റി ഞാനിവിടെ ഒന്നും എഴുതി ചെയ്യുന്നില്ല. ചോദ്യം ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. റിവേഴ്സ് ഉണ്ടോ, ഹില്ലി ഏരിയ ആണോ, അല്ലെങ്കിൽ പാഡി ഫീൽഡ്സ് ഉണ്ടോ, പോൺസ് ഉണ്ടോ, ലേക്സ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് എഴുതേണ്ടതാണ്. അതേപോലെ വേരിയസ് ക്രോപ്സ്, കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ വിളകളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ആൻഡ് ഒക്യുപ്പേഷൻസ്, പ്രധാനമായിട്ടും അവിടുത്തെ ആളുകൾ എന്തൊക്കെ ജോലികളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഇപ്പോൾ താഴെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അറേഞ്ച് ദി അഗ്രികൾച്ചർ ആൻഡ് അതർ ഒക്യുപ്പേഷൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി റിലേറ്റഡ് ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അതായത് നിങ്ങളുടെ നാട്ടിലെ കൃഷിയും മറ്റു തൊഴിലുകളൊക്കെ ഈ ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ബന്ധപ്പെട്ടതല്ലേ, അവിടുത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ജോലിയും കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾ മിക്കവാറും പേര് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എക്സാമിൻ ദം ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ. താഴെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഒന്ന് പരിശോധിക്കാനാണ്. എന്തൊക്കെ ഇവിടെ കൂടുതൽ സൂചനകൾ? വെതർ, അത് കാലാവസ്ഥ, വാട്ടർ ബോഡീസ്, ജലാശയങ്ങൾ, പ്ലെയിൻസ്, നിരപ്പായ സമതലങ്ങൾ, ഹില്ലി ഏരിയാസ്, കുന്നുകൾ, ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഗതാഗതം, ഇൻഡസ്ട്രീസ് അഥവാ വ്യവസായം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം താഴെ കുറച്ചുകൂടി പറയുന്നുണ്ട്. പ്രിപ്പയർ എ റീജിയണൽ ജിയോഗ്രഫിക്കൽ ഡോക്യുമെന്റ് ഇൻകോപ്പറേറ്റിംഗ് ദി ഇൻഫർമേഷൻ ഓഫ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് യു ഹാവ് കളക്റ്റഡ്. അതായത് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളും ആ പ്രദേശത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് താഴെ നിങ്ങൾക്ക് കാണാം, താഴെ കണ്ടല്ലോ, യൂസ് ദി ടൈറ്റിൽസ് ഗിവൺ ബിലോ. താഴത്തെ ഒരു ബോക്സ്, ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈറ്റിൽ യൂസ് ചെയ്തുകൊണ്ട് പ്രസന്റ് ദി ജിയോഗ്രഫിക്കൽ ഡോക്യുമെന്റ് ഇൻ ദി സോഷ്യൽ സയൻസ് ക്ലബ്ബ്. അതായത് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളും നിങ്ങളുടെ പ്രദേശത്തിനെ പറ്റി നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ, അതേപോലെ അവിടുത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് റീജിയണൽ ജിയോഗ്രഫിക്കൽ റെക്കോർഡ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ നാടിൻ്റെ ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ, ഓക്കെ, നിങ്ങളുടെ നാടിൻ്റെ ഒരു ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഒരു റെക്കോർഡ്
ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ നാടിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റെക്കോർഡ്, ഒരു രേഖ തയ്യാറാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്? ഇതൊരു മോഡലാണ്. ഹെഡിങ് റീജിയണൽ ജിയോഗ്രഫിക്കൽ റെക്കോർഡ് എന്നാണ്. പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ, റീജിയണൽ ജിയോഗ്രഫിക്കൽ റെക്കോർഡ്, പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ്? ഔട്ട്ലൈൻ ഓഫ് ദി ഏരിയ വാർഡ്, അതായത് നിങ്ങളുടെ പ്രദേശത്തിൻ്റെ, നിങ്ങളുടെ വാർഡ്, ഇപ്പോൾ നിങ്ങൾ കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്താണെങ്കിലൊക്കെ നിങ്ങളൊരു വാർഡ് ഉണ്ടാവും. ആ വാർഡിലൊരു വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വാർഡിൻ്റെ ഒരു ഔട്ട്ലൈൻ മാപ്പ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ആ വാർഡിലെ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു വാർഡിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. റിലേഷൻഷിപ്പ് ഓഫ് ദി ലൈഫ് ഓഫ് പീപ്പിൾ വിത്ത് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതായത് റിലേഷൻഷിപ്പ് ഓഫ് ദി ലൈഫ് ഓഫ് പീപ്പിൾ വിത്ത് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ അതായത് പിന്നെ അവിടുത്തെ ജനജീവിതത്തിന് അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകളുമായിട്ടുള്ള ബന്ധം, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, ആ വാർഡിലെ നിങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം അവിടുത്തെ ആ ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രോബ്ലംസ് ഫേസ്ഡ്, എന്തൊക്കെയാണ് ആ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, സൊല്യൂഷൻസ്, അവയ്ക്കുള്ള ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റീജിയണൽ ജിയോഗ്രഫിക്കൽ റെക്കോർഡ്, ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, തൊട്ട് താഴെ യു ഹാവ് ഡിസ്കസ്ഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. നിങ്ങൾ നിങ്ങളുടെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ആർ ദി ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് സിമിലർ ടു ദം? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരള സംസ്ഥാനത്തിൻ്റെ പിന്നെ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ നിങ്ങളുടെ നാടിൻ്റെ പ്രത്യേകതകൾ പോലെ തന്നെയാണോ എന്നാണ് ചോദ്യം. ഹൗ അബൌട്ട് an inquiry into Kerala's physiography, soil, water, climate and crops and their impact on people's lives. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു ഭൂപ്രകൃതി, മണ്ണ്, ജലം, കാലാവസ്ഥ, അവിടുത്തെ ക്രോപ്സ്, വിളകൾ എന്നിവയെക്കുറിച്ചും അവ ജനങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞതോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ ചാപ്റ്ററിലേക്ക് പ്രവേശിച്ചില്ലേ എന്നൊരു സംശയം ഉണ്ടാവുമല്ലോ ഞാൻ അങ്ങനെ പറയുമ്പോൾ. ഇതുവരെ നമ്മൾ സത്യം പറഞ്ഞാൽ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാനുള്ള ഓരോ ശ്രമത്തിൽ മാത്രമായിരുന്നു. ഇനിയാണ് നമ്മൾ ശരിക്കും ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോകുന്നത്. ഓക്കെ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇനിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാം ഫിസിയോഗ്രഫി ഓഫ് കേരള. കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി അഥവാ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെപ്പറ്റി നമ്മളിവിടെ പറയാൻ പോവാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മാപ്പ് ഇവിടെയുണ്ട്. ആ മാപ്പിലെ ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ മാപ്പിൽ എന്താ പറയുന്നത്. കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ്, ഹൈലാൻഡ്. അതായത് നിങ്ങൾക്കറിയാം കോസ്റ്റൽ ഏരിയ എന്നുള്ള പേരൊന്ന് മാറ്റിയിട്ട് നമ്മൾ ലോ ലാൻഡ് എന്നാക്കിയാൽ ബാക്കി നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിലൊക്കെ. കേരളത്തെ ഒരു ഫിസിയോഗ്രഫി ഇങ്ങനെയുള്ള 3 ഫിസിയോഗ്രഫി ഡിവിഷൻ ആക്കി തിരിക്കുക അല്ലേ? ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോ ലാൻഡ്. അപ്പോൾ ഇവിടെ ലോ ലാൻഡ് എന്നതിന് പകരം കോസ്റ്റൽ ഏരിയ എന്ന് കൊടുത്തു, അഥവാ തീരപ്രദേശം എന്ന് കൊടുത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാപ്പ് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഫിസിയോഗ്രഫി മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഓരോ ഇൻഡെക്സ് കൃത്യമായി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് ബിലോ 7.5 മീറ്റർ ആണ് ആ പ്രദേശത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. മിഡ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഈ റെഡ്, നമ്മുടെ കേരളത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് അല്ലേ, ഈ റെഡ് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 7.5 മീറ്റർ ആൻഡ് 75 മീറ്റർ, അതായത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയർന്ന പ്രദേശങ്ങളിൽ ഈ മിഡ്ലാൻഡിൽ വരുന്നുണ്ട്. ഹൈലാൻഡ് ആണെങ്കിൽ 75 മീറ്ററും അതിന് മുകളിലുമാണ് ഹൈലാൻഡിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള സീ ലെവലിൽ നിന്നുള്ള അതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെയാണ്, ഉയരത്തിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ആ ഒരു കേരളത്തിന് മുഴുവനായിട്ട് നമ്മൾ ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോ ലാൻഡ് എന്നിങ്ങനെ തരം തിരിച്ചിട്ടുള്ളത്. ഇനി താഴത്തെ കാര്യങ്ങൾ നോക്കാം. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഫോളോവിങ്. ഈ മാപ്പ് നോക്കിയിട്ട് താഴെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ്. ലിസ്റ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്കിലേക്ക് പകർത്താൻ വേണ്ടി പറയുന്നു. എന്തൊക്കെയാണ് താഴെയുള്ള ചോദ്യങ്ങൾ? 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഏതൊക്കെയാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 3 ഏതാ? ആ 3 എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ്, ഹൈലാൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോ ലാൻഡ് എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കോസ്റ്റൽ ഏരിയ എന്നായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ്, ഹൈലാൻഡ്. ഇനി അടുത്തത് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഫ്രം ദി സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഈ പറയുന്ന ഓരോന്നിൻ്റെയും ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും കോസ്റ്റൽ ഏരിയൻ്റെത് ബിലോ 7.5 മീറ്റർ ആണ്. മിഡ്ലാൻഡിൻ്റെത് ബിറ്റ്വീൻ 7.5 മീറ്റർ ആൻഡ് 75 മീറ്റർ ആണ്. ഹൈലാൻഡിൻ്റെത് അബോവ് 75 മീറ്റർ ആണ്. അപ്പോൾ അതിനുള്ള ആൻസറും കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള വിച്ച് ഈസ് അഡ്ജസൻറ്റ് ടു ദി ലക്ഷദ്വീപ് സീ. എന്താ ചോദ്യം?
ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം. ലക്ഷദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന എന്നല്ല, ലക്ഷദ്വീപ് കടൽ. അതായത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ രണ്ട് ഭാഗത്തും കടലാണ്. ഒരു ഭാഗത്ത് ബേ ഓഫ് ബംഗാളും മറുഭാഗത്ത് അറേബ്യൻ സീയുമാണ്. ഈ അറേബ്യൻ സീയിലാണ് ആര് വരുന്നത്? നമ്മുടെ ഈ ലക്ഷദ്വീപ് സമൂഹം വരുന്നത് അറബിക്കടലിലാണ്, അല്ലെങ്കിൽ അറേബ്യൻ സീയിലാണ്. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള വിച്ച് ഈസ് അഡ്ജസൻറ്റ് ടു ദി ലക്ഷദ്വീപ് സീ. അപ്പോൾ ഈ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് നമ്മുടെ അറബിക്കടൽ, അറേബ്യൻ സീ അല്ലേ, ആ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം. നമുക്കറിയാലോ അറബിക്കടൽ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മളിപ്പോൾ ഇവിടെ ഇൻഡെക്സ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള അല്ലേ, ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് എന്നുള്ളത് നമ്മുടെ ഈ ലക്ഷദ്വീപ് ഉള്ളത്. അതായത് ഇത് അവിടെ ലക്ഷദ്വീപ് സീ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ലക്ഷദ്വീപ് സീ എന്നല്ല ശരിക്കും നമ്മൾ പറയാറുള്ളത് അറേബ്യൻ സീ എന്നാണ് അല്ലേ, അറബിക്കടലിൽ നിന്ന് നമുക്ക് പരിചയമുള്ള പേര് അങ്ങനെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇതിനോട്, ഈ ലക്ഷദ്വീപ് സീയോട് ചേർന്ന് കിടക്കുന്ന പിന്നെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ എന്ന് പറയുന്നത് ഈ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ. ഏതാണ് ആ നീല നിറം? അതാ ഈ നീല നിറത്തിൻ്റെ പേരാണ് കോസ്റ്റൽ ഏരിയ അല്ലേ, തീരപ്രദേശം അല്ലെങ്കിൽ ലോ ലാൻഡ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത അവസാനത്തെ ചോദ്യം, ഫിസിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് കേരള which lies along the state borders of Tamil Nadu and Karnataka. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? നമുക്കറിയാം കർണാടകയും തമിഴ്നാടും എവിടെയാണ്? കർണാടക, അതേപോലെ തമിഴ്നാട്. അപ്പോൾ കർണാടകയോടും തമിഴ്നാടിനോടും ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് ഏത് കളറാ? നോക്കിയാൽ മനസ്സിലാവും. നീലയല്ല, ചുവപ്പല്ല, പച്ചയാണ്, ഗ്രീൻ കളറാണ് അല്ലേ. അപ്പോൾ ഈ ഗ്രീൻ കളർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗ്രീൻ കളർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഗ്രീൻ കളർ ഹൈലാൻഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന അല്ലേ, അതേപോലെ തന്നെ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷൻ എന്ന് പറയുന്നത് ഏതാണ്? അത് ഹൈലാൻഡ് ആണ്. അപ്പോൾ അവസാനത്തെ ചോദ്യത്തിനുള്ള ആൻസറും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നൗ ലെറ്റ്സ് എക്സാമിൻ മോർ അബൌട്ട് ദി ഫിസിയോഗ്രഫി ഓഫ് കേരള. അപ്പോൾ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫിയെ പറ്റി, ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഹൈലാൻഡ് എന്താണ്? ഹൈലാൻഡിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോളാം. എന്തൊക്കെയാണ് ഹൈലാൻഡ്? ശ്രദ്ധിക്കാം. ഹൈലാൻഡ് എന്ന് പറയുമ്പോൾ എന്താ? മലനാട്. ഹൈലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലനാട് എന്ന് പറയാം. ഓക്കെ, ഹൈലാൻഡ് മലനാട്, മിഡ്ലാൻഡ് ഇടനാട്, അതേപോലെ കോസ്റ്റൽ ഏരിയ തീരപ്രദേശം എന്ന് പറയാം. ഓക്കെ, തീരപ്രദേശം. അപ്പോൾ എന്തൊക്കെയാണ് ഹൈലാൻഡിൻ്റെ പ്രത്യേകത? ഇവിടെ പറയുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫൈൻഡ് ദി ലൊക്കേഷൻ ഓഫ് ഹൈലാൻഡ് ഓൺ ദി ഫിസിയോഗ്രഫിക്കൽ മാപ്പ് ഓഫ് കേരള. നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞല്ലോ മാപ്പിൽ ഹൈലാൻഡ് എവിടെ വരും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ഫിസിയോഗ്രഫിക്കൽ സെക്ഷൻ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് അബൌട്ട് 75 meters above sea level and it includes hills, mountains and peaks. അപ്പോൾ സീ ലെവലിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് അബൌട്ട് 75 meters എബോവ് സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിൽ വരുന്ന പ്രദേശമാണ് ഹൈലാൻഡ് എന്ന് പറയുന്നത്. അതിലെന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്? ആ മലനാടിൽ ഹിൽസ്, മൗണ്ടൻസ് ആൻഡ് പീക്സ്. ഓക്കെ, എന്താ ഹിൽസ്? കുന്നുകളാണ്. മൗണ്ടൻസ് എന്താ? മലകളാണ്. അതേപോലെ തന്നെ പീക്സ് എന്ന് പറയുമ്പോൾ വലിയ കൊടുമുടികളാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇവിടെ ഉണ്ട്? ഈ പറയുന്ന കുന്നുകളുണ്ട്, മലകളുണ്ട്, പർവ്വതങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വലിയ കൊടുമുടികളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ഹൈലാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹൈലാൻഡ് ഈസ് എ റീജിയൻ ദാറ്റ് റിസീവ്സ് ഹെവി റെയിൻഫോൾ. ഹെവി റെയിൻഫോൾ അതിൻ്റെ പ്രത്യേകതയാണ്. നല്ല ശക്തമായ മഴ എപ്പോഴും കിട്ടുന്ന, അല്ലെങ്കിൽ മിക്കവാറും കിട്ടുന്ന കേരളത്തിലൊരു ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഹൈലാൻഡ് ആണ്. ആൻഡ് ഈസ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണെന്ത്? പൊതുവെ ഹരിതാപമായ പ്രദേശം, മൊത്തത്തിൽ പച്ചപ്പുള്ള ഒരുപാട് പിന്നെ വനഭൂമി എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ആൻഡ് ഓൾ ദി 44 rivers ഓഫ് കേരള ഒറിജിനേറ്റ് ഫ്രം ദി ഹൈലാൻഡ്സ്. മറ്റൊരു വലിയ പ്രത്യേകത, കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന ഹൈലാൻഡിൽ നിന്നാണ് എന്നതും ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി നേരെ നമ്മൾ മിഡ്ലാൻഡിലേക്ക് പോകുമ്പോൾ, മിഡ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇടനാട് എന്നാണ് അർത്ഥം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ലൊക്കേറ്റ് ദി മിഡ്ലാൻഡ് ഓൺ ദി ഗിവൺ മാപ്പ്. നമ്മൾ ഓൾറെഡി മാപ്പിൽ മിഡ്ലാൻഡിൻ്റെ സ്ഥാനം നോക്കിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഒന്നുകൂടെ പേജ് നമ്പർ 136 മാപ്പിൽ നോക്കാം. മിഡ്ലാൻഡ് ഈസ് എ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി ഹൈലാൻഡ്സ്. എവിടെയാണ്? ബിറ്റ്വീൻ ദി ഹൈലാൻഡ്സ് ആൻഡ് ദി കോസ്റ്റൽ റീജിയൻ. അപ്പോൾ
ഹൈലാൻഡിൻ്റെയും കോസ്റ്റൽ റീജിയൻ്റെയും രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ഭൂപ്രകൃതിയാണ് മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയ റേഞ്ചസ് ഫ്രം 7.5 meters to 75 meters above the sea level. ഈ പ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 7.5 മീറ്ററിൻ്റെയും 75 മീറ്ററിൻ്റെയും ഇടയിലാണ്. ഓക്കെ, ദി മിഡ്ലാൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹില്ലോക്സ്, വാലീസ് ആൻഡ് റിവർ ബാങ്ക്സ്. ഈ പറയുന്ന മിഡ്ലാൻഡിൽ എന്തെല്ലാം സവിശേഷതകൾ, എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? ഹില്ലോക്സ്, ഹില്ലോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുന്നുകളാണ്. അതുപോലെ വാലീസ് എന്ന് പറയുമ്പോൾ താഴ്വരകളാണ്. ആൻഡ് റിവർ ബാങ്ക്സ്, നദീതടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം മിഡ്ലാൻഡിൽ വരുന്നുണ്ട്. ഇനി കോസ്റ്റൽ ഏരിയ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് കോസ്റ്റൽ ഏരിയൻ്റെ പ്രത്യേകത? കോസ്റ്റൽ ഏരിയ തീരസമതലമാണ്, തീരപ്രദേശമാണ്. തീരപ്രദേശത്തിൻ്റെ പ്രത്യേകത, ദിസ് ഈസ് ദ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഈസ്, ഓക്കെ, നിങ്ങൾക്കിവിടെ ഒരു മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള കൊടുത്ത് നമ്മൾ വായിക്കാം എന്ന് പറയാം. ദിസ് ഈസ് എ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു ദി ലക്ഷദ്വീപ് സീ. അതായത് ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് കടലിനോട് ചേർന്നുകൊണ്ടുള്ള പ്രദേശം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു, ലക്ഷദ്വീപ് കടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അറേബ്യൻ സീ അല്ലെ, അറബിക്കടൽ, അതിനോട് ചേർന്നുകൊണ്ടുള്ള ഭാഗമാണ് ഈ പറയുന്ന കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്. ലൊക്കേറ്റഡ് ക്ലോസ് ടു ദി കോസ്റ്റൽ റീജിയൻ, ദിസ് ഏരിയ ഹാസ് an altitude up to 7.5 meters above the sea level. അതായത് ഈ കടൽ തീരത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നൊരു പ്രദേശമാണല്ലോ, അതുകൊണ്ട് തന്നെ വലിയ ഉയരം ഈ പ്രദേശത്തിന് ഉണ്ടാവില്ല. 7.5 സമുദ്രനിരപ്പിൽ നിന്ന് സീ ലെവലിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് മാക്സിമം ഈ ഒരു പ്രദേശത്തിൻ്റെ ഉയരം നമ്മൾ കണക്കാക്കുന്നത്. ഇനി താഴെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി കാണാം, കേരള പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ്, 14 ജില്ലകളെയും കൃത്യമായിട്ട് അതിൻ്റെ അതിർത്തിയും എല്ലാം കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണ് ഇവിടെ ആക്ടിവിറ്റി പറയുന്നത്? പ്ലേസ് എ ട്രേസിംഗ് പേപ്പർ ഓവർ ദി ഗിവൻ പൊളിറ്റിക്കൽ മാപ്പ് ആൻഡ് ഡ്രോ ദി ഡിസ്ട്രിക്ട്സ്. നിങ്ങളോട് പറയാൻ ഒരു ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള ആ ഒരു ട്രേസിംഗ് പേപ്പറിലേക്ക് പകർത്താൻ വേണ്ടി പറയുന്നു. ദെൻ സൂപ്പർ ഇമ്പോസ് ട്രേസിംഗ് പേപ്പർ പ്രോപ്പർലി ഓൺ ദി ഫിസിയോഗ്രഫിക്കൽ മാപ്പ് ഓഫ് കേരള ഇൻ ഫിഗർ 2 പേജ് 136 ആൻഡ് ഫൈൻഡ് ദി ഫോളോവിങ്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള നമ്മൾ ട്രേസിംഗ് പേപ്പറിലേക്ക് പകർത്തിയിട്ട് ആ ട്രേസിംഗ് പേപ്പർ നമ്മൾ നേരത്തെ ഇതിന് മുന്നത്തെ പേജിൽ നമ്മൾ ആ ഒരു പിന്നെ ഹൈലാൻഡും മിഡ്ലാൻഡും ലോലാൻഡും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പിന് നേരെ മുകളിൽ വെച്ച് നോക്കിയിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളൊന്ന് നോക്കാം, എന്നിട്ട് അത് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശ്രദ്ധിച്ചോളാം. ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ഈച്ച് ഡിസ്ട്രിക്ട്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ കണ്ടെത്തേണ്ട ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ഈച്ച് ഡിസ്ട്രിക്ട്. അതായത് ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ, അതായത് ഈ ഹൈലാൻഡും മിഡ്ലാൻഡും അതേപോലെ തന്നെ നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയയും എല്ലാം എല്ലാ ജില്ലകളിലും ഈ പറയുന്ന 3 ടൈപ്പ് ഓഫ് ടോപ്പോഗ്രഫിയും വരുന്നുണ്ടോ? ഇല്ല. ചില ജില്ലകളിൽ ചിലത് വരുന്നില്ല, ചില ജില്ലകളിൽ കോസ്റ്റൽ ഏരിയ വരുന്നില്ല, ചില ജില്ലകളിൽ എന്ത് വരുന്നില്ല? ഹൈലാൻഡ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടെത്താനാണ് നമ്മൾ ഈ ഒരു പൊളിറ്റിക്കൽ മാപ്പ് ട്രേസ് ചെയ്തിട്ട് ഫിസിയോഗ്രഫി മാപ്പിൻ്റെ നേരെ മുകളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ഈച്ച് ഡിസ്ട്രിക്ട്. ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഏതൊക്കെയാണ്? ഹൈലാൻഡ് ഉണ്ടോ, മിഡ്ലാൻഡ് ഉണ്ടോ, കോസ്റ്റൽ ഏരിയ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തണം. അതേപോലെ ഡിസ്ട്രിക്ട്സ് വിത്ത് കോസ്റ്റൽ ഏരിയ, ഏതൊക്കെ ജില്ലകൾക്കാണ് കോസ്റ്റൽ ഏരിയ, തീരപ്രദേശമുള്ള ജില്ലകൾ. അതേപോലെ ഡിസ്ട്രിക്ട്സ് കംപ്രൈസിങ് ഓൾ 3 ഫിസിയോഗ്രഫിക് കാറ്റഗറീസ്. ഈ 3 പ്രത്യേകതകളും, ഈ ഹൈലാൻഡും മിഡ്ലാൻഡും കോസ്റ്റൽ ഏരിയയും വരുന്ന ഡിസ്ട്രിക്ട്സ് ഏതെല്ലാമാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മാപ്പ് ട്രേസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്താനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മാപ്പ് ട്രേസ് ചെയ്ത് നമ്മൾ കണ്ടെത്തുമ്പോൾ ഏത് രൂപത്തിലാണ്? ഞാനൊരു സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പാണ്. ഞാനിപ്പോൾ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പാണ്. അതൊരു ട്രേസിംഗ് പേപ്പറിലേക്ക് നിങ്ങൾ വരച്ചാൽ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൊളിറ്റിക്കൽ മാപ്പിനെ നമ്മൾ വരച്ച ട്രേസിംഗ് പേപ്പറിലേക്ക് പകർത്തിയിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ മാപ്പിനെ നേരെ ഈ ഒരു ഫിസിയോഗ്രഫി മാപ്പിൻ്റെ നേരെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മൾ ഓരോ ജില്ലയിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി, ഓരോ ജില്ലയിലും ഏതൊക്കെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് വരുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് ബുക്കിലെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന കോസ്റ്റൽ ഏരിയ ഏതൊക്കെ ജില്ലകളിൽ വരുന്നുണ്ട്, അത് വരാത്ത ജില്ലകൾ ഏതൊക്കെ, ഹൈലാൻഡ് എവിടെയൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് 3 ഡിവിഷൻസും 3 ഫിസിയോഗ്രഫിക് ഡിവിഷൻസും വരുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താൻ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം പറയാം. വെതർ ഓഫ് കേരള, കേരളത്തിൻ്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.